മുഖ്യമന്ത്രിയുടെ വിവാദ സന്ദർശനത്തിൽ വിചിത്ര നിലപാടുമായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് വാദം. കൂടെയുള്ളവർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആചാരലംഘനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ക്ഷേത്ര പരിസരത്ത് അനുവദനീയമല്ലെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രതികരിച്ചു. എന്റെ വിശ്വാസം അങ്ങനെയൊന്നും അനാചാരങ്ങളും ബഹുമാനപ്പെട്ട കോടതിയുടെ ലംഘനവും നടത്താൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്ഷേത്രത്തിന്റെ അകത്ത് ഒരു കാരണവശാലും ക്ഷേത്രത്തിന്റെ അകത്ത് ക്ഷേത്രം ഭരണസമിതി അംഗീകരിക്കപ്പെട്ട ഒന്നോ രണ്ടോ ഫോട്ടോഗ്രാഫർമാർ ഒഴികെ ഒരാർക്കും ചെയ്യാൻ കഴിയില്ല. മൊബൈലുകാരന് പോലും ഒളിപ്പിച്ചു കൊണ്ടുപോയാൽ പോലും ഞങ്ങൾ ശ്രദ്ധയപ്പെടും. ബെല്ലടിച്ചാൽ ഞങ്ങൾ പിടിക്കും, അത് കൊണ്ടുപോകും. പക്ഷെ അതൊന്നും ഇന്നലെ സംഭവിച്ച മൊബൈലിലെടുക്കുക. അല്ലെങ്കിൽ ഗുരുവായൂർ ആയിരക്കണക്കിന് ആൾ മൊബൈൽ എടുക്കില്ല, പുറത്തെടുത്തുകൊണ്ടിരിക്കണ്ടല്ലോ. ഡാൻസ് കളിച്ച കുട്ടികൾ മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇന്നലെ അങ്ങനെയുള്ള ലംഘനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമാണ്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സാനു, ഈ മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെ MPമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നടന്നിരുന്നു. മാത്രമല്ല, ഈ ശനി ഞായർ ദിവസങ്ങളിൽ, അവധിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള VIP സന്ദർശനം ഒഴിവാക്കണം എന്ന നിയമമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ലംഘിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ആരെയാണ് ഇദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഗൗതം, ഈ AV ഗോപിനാഥിൻ്റെ ഈ ഒരു വിചിത്രമായിട്ടുള്ള വിശദീകരണം, ന്യായീകരണം, അത്ഭുതപ്പെടുത്തുന്ന ഒരു ന്യായീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള, അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അതിന് കാരണങ്ങളായി നിരത്തുന്നത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് അവിടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് അവിടെ പോയിരിക്കുന്നതെന്നാണ് ദേവസ്വം ചെയർമാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ദേവസ്വം ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്നത്. ഇത്രയധികം സുരക്ഷാ മേഖല, ഇത്രയധികം സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശം, CCTVയുടെ അടക്കമുള്ള നിരീക്ഷണം 24 മണിക്കൂറും ഉള്ളൊരു പ്രദേശത്ത് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയിട്ട് അതിലേക്ക് ന്യായീകരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം അത്രയധികം സുരക്ഷാ മുൻകരുതൽ അല്ലെങ്കിൽ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ളൊരു പ്രദേശത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഹൈക്കോടതിയുടെ ഉത്തരവാണ് നമ്മുടെ ഭരണ തലവന്മാർ നഗ്നമായിട്ട് ലംഘിച്ചിട്ടുള്ളത്. കോടതി വിധിയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇന്നലെ കേരള സമൂഹം ഒന്നാകെ കണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി AP അനിൽകുമാർ റവന്യൂ മന്ത്രിയുടെ മകൻ്റെ വിവാഹത്തിനെത്തുന്നു, തുടർന്ന് നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിമാർ തന്നെ, M ലിജുവും PC വിഷ്ണുനാഥും ഹൈബി ഈഡൻ അടക്കമുള്ള MPമാരും മറ്റ് MLAമാരും കോൺഗ്രസ് നേതാക്കളും നടത്തിയിട്ടുള്ളത് വലിയ നിയമലംഘനങ്ങളാണ്. VVIP സമ്പ്രദായം തനിക്കില്ല എന്ന് പറഞ്ഞു വന്ന VD സതീശൻ PR വർക്കിന് വേണ്ടി നൂറുകണക്കിന് യൂട്യൂബർമാരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മതിൽക്കെട്ടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റിയ കാഴ്ചയും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോകളുമൊക്കെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയധികം പച്ചയായിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ടും അതൊന്നും കണ്ടില്ല. ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നാളെ വന്നിട്ട് പരിശോധിച്ചിട്ട് നടപടി എടുക്കാമെന്നാണ് അത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ ലഘൂകരിക്കുന്ന നിലപാടാണ് ദേവസ്വം ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ സർക്കാർ നിയമിച്ചിരിക്കുന്ന ദേവസ്വം ചെയർമാന് ഇത്രയധികം വിനീത വിധേയനായിട്ട് UDFന്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിയമലംഘനം പച്ചയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട, തിരുത്തേണ്ട ബാധ്യതയുള്ള ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള ന്യായീകരണം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുഭാഗത്ത് ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, ഇന്ന് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം, ഈ വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റർ അതിലൊരു നടപടി എടുത്തില്ലെങ്കിൽ നാളെ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു നിലപാടാണ് തുടരുന്നെങ്കിൽ ഈ വിഷയം കോടതിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗൗതം. ഓക്കെ, മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ ആചാരലംഘനം നടന്നിട്ടില്ല എന്ന വിചിത്ര ന്യായീകരണ വാദവുമായി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ എന്താണ് VD സതീശൻ അവിടെ കാണിച്ചതെന്നും അത് സാധാരണ ഭക്തർക്ക് എങ്ങനെ ദോഷകരമായി ബാധിച്ചു എന്നത് നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്നും സർക്കാരിനെയും കോൺഗ്രസ് നേതാക്കളെയും ന്യായീകരിക്കുന്ന നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.